ഈ കാഴ്ചകൾ കാണുമ്പോൾ ഫോൺ എടുത്ത് പകർത്തൽ പതിവാണ്. നമ്മൾ സാധാരണ റീൽസിലൊക്കെ കാണുന്ന പോലെ എപ്പോഴും ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ആളും വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതിന് മാത്രമേ നേരം ഉണ്ടാവൂ. അങ്ങനെ വീഡിയോ എടുക്കണ്ട, കുറച്ച് വൈബ് ആക്കാലോ എന്ന് വെച്ച് നിൽക്കാറുണ്ട്. അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് ആളുകളെ കാണുന്നത്. സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കോവളം ബീച്ചിലോട്ടൊന്ന് രാത്രി പോയതാണ്. തിരിച്ചു വരുമ്പോൾ ബസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് കമ്പനിയായ കുറച്ച് ടീംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കേരളത്തിലെ ആൾക്കാരല്ല, ഒരാൾ മഹാരാഷ്ട്രയും രണ്ടാൾക്കാർ ശ്രീലങ്കക്കാരുമായിരുന്നു. ഞങ്ങളുടെ ഇടയ്ക്ക് ഭാഷ വളരെ പ്രശ്നമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് അവർക്ക് അറിയാവുന്നതുകൊണ്ടും നമുക്കും കുറച്ച് അറിയാവുന്നതുകൊണ്ടും നമ്മളത് തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് സെറ്റാക്കി. ഈ ആൾക്കാരൊക്കെ പറയുമല്ലോ, സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് വർത്താനം പറയുന്നത് അത്ര നല്ലതല്ല, അവരെങ്ങനെയുള്ളവരാണ് എന്താണ് എന്നൊന്നും നമുക്കറിയില്ല എന്നൊക്കെ. പക്ഷേ അവരെങ്ങനെയോ ആയിക്കോട്ടെ, നമ്മളോട് ബിഹേവ് ചെയ്തത് വളരെ ക്ലീൻ ആയിട്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ ഇഷ്ടമായി അവരെ. തിരിച്ചു പോരുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ സങ്കടമൊക്കെ തോന്നിയിട്ടുള്ള നിമിഷങ്ങളുണ്ടായി. ഏറ്റവും ലാസ്റ്റ് ബസ്സൊക്കെ കിട്ടാതായപ്പോൾ ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് പാട്ടും ഫുൾ എൻജോയ് ആയിട്ടാണ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് എത്തിയത്. കുറച്ച് നല്ല മനുഷ്യരെ കാണാൻ പറ്റിയതിൻ്റെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്തരം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം.